ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഇന്ന് നമുക്ക് ഒരു സങ്കീർത്തന ഭാഗം പഠിക്കാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളെല്ലാവരും തയ്യാറാണെന്ന് വിചാരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 17-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ 1-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെയുള്ള ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ദാവീദിൻ്റെ പല ക്യാരക്ടേഴ്സും കാണുവാനായിട്ട് സാധിക്കും. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. ഇതാണ് ആദ്യത്തെ വാക്യം. അപ്പോൾ കപടമില്ലാത്ത എൻ്റെ അധരങ്ങളിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എന്ന് പറയണമെങ്കിൽ നമ്മൾ കപടമില്ലാത്തവരായിരിക്കണം, അല്ലേ? നമ്മൾ കപടമില്ലാന്ന് നടിക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ നമ്മുടെ ഉള്ളിൽ കപടം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മളെ തന്നെ സ്വയം പരീക്ഷിച്ച് കപടത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റിയാൽ ദൈവത്തിന് വന്നിട്ട് ശരിയായിട്ട് നമ്മൾ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. 2-ാമത്തെ വാക്ക് ഇങ്ങനെയാണ്: എനിക്കുള്ള വിധി നിൻ്റെ സന്നിധിയിൽ നിന്നും പുറപ്പെടട്ടെ, നിൻ്റെ കണ്ണ് നേര് കാണുമാറാകട്ടെ. അപ്പോൾ നീ നേരായിട്ടുള്ള കാര്യങ്ങളെ കണ്ട് നിൻ്റെ സന്നിധിയിൽ നിന്ന് ഉത്തരം തരണം എന്നാണ് ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ 2 വാക്യങ്ങൾ. നമ്മളിവിടെ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവവുമായി സംസാരിക്കുന്ന ഒരനുഭവമാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു വലിയ വ്യക്തിയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഭയത്തോടും വളരെ റെസ്പെക്റ്റോടും കൂടിയൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുക. എന്നാൽ നമ്മുടെ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയാണല്ലോ ദൈവമായിട്ടുള്ള സംസാരം, നമ്മൾ എത്രമാത്രം ഒരു സീരിയസ്നെസ് അതിന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ എങ്ങനെ നാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ദൈവം എത്ര ഉന്നതനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് അവനോട് സംസാരിക്കുന്നത് ഒരു പ്രിവിലേജ് ആണെന്ന് നമ്മൾ കരുതണം. നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ വലിയ ആൾക്കാരുമായിട്ട് സംസാരിക്കും. ഒരു പക്ഷേ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യയിലുള്ള ഏകദേശം എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രിയെ. പക്ഷേ പ്രധാനമന്ത്രിക്ക് നമ്മളെ എത്ര പേരെ അറിയാം? നമ്മളെ നല്ല പ്രത്യേകിച്ച് സാധാരണക്കാരായ മനുഷ്യരാരെയും തന്നെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയത്ത് നമ്മുടെ ദൈവം ഓരോ ഹൃദയങ്ങളെയും അറിയുന്നു. അവന് ഏറ്റവും ചെറിയവനെ പോലും അറിയുന്ന ദൈവമാണ്. ദരിദ്രനെന്നോ സമ്പന്നനെന്നോ വ്യത്യാസമില്ലാതെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ് നമ്മുടെ യഹോവ, അതായത് നമ്മുടെ പിതാവായ ദൈവം. അപ്പോൾ 3 പ്രത്യേകതകൾ ഈ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പ്രാർത്ഥന ന്യായമായിരിക്കണം. ന്യായമല്ലാത്തത് കേൾക്കാൻ ദൈവത്തിന് താല്പര്യമില്ല. നമ്മളെ എത്ര കിടന്ന് പറഞ്ഞാലും വിളിച്ചാലും ദൈവം ന്യായമല്ലാത്ത കാര്യത്തിന് ഉത്തരം തന്നെന്നിരിക്കും. പക്ഷെ അത് യെസ് ആണോ നോ ആണോ എന്ന് അറിയത്തില്ല. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥനയിൽ കുറേ വലിയ ലിസ്റ്റ് ദൈവത്തിന് മുമ്പിലേക്ക് കൊടുത്തേച്ച്, കർത്താവേ നീ ഇതെല്ലാം എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് എന്ത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് അറിയാഴികയാൽ, വല്ലാണ്ട് യാചിക്കിയാൽ നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന ദൈവഹിതപ്രകാരം ഉള്ളത് തന്നെ ആയിരിക്കണം. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം: കർത്താവേ, നിനക്ക് ഹിതമെങ്കിൽ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ചെയ്ത് തരണമേ, അങ്ങേക്ക് തിരുവുള്ളമുണ്ടെങ്കിൽ എനിക്കിത് നടത്തി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ശീലിക്കണം. മത്തായിയുടെ സുവിശേഷം 26:39 ഗത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. പിതാവേ, നിനക്കിഷ്ടമുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. നീ ഇച്ഛിക്കും പോലെയല്ല, നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ. ഞാൻ ഇച്ഛിക്കും പോലെയല്ല,
നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് കർത്താവ് തന്നെ പിതാവാം ദൈവത്തോട് പറയുന്നുണ്ട്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് മാറ്റണമെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്നുള്ള ആ ഒരു സബ്മിഷന് ദൈവത്തിന് മുമ്പിൽ സബ്മിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് നിരാശ പെടേണ്ടി വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരൊരുപാട് വലിയ ലിസ്റ്റൊന്നും വെക്കത്തില്ല. അവരുടെ അപ്പോഴത്തെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവരെ വളരെ ഇതായിട്ട് അവരെ ബാധിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അത് ദൈവം ആ നിലവിളി കേട്ടിട്ട് ദൈവത്തിന് ഹിതമെങ്കിൽ അത് നടത്തി കൊടുക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട് പ്രാർത്ഥന ഒരു നിലവിളിയായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് കണ്ണുനീര് തൂകിയാണ് ദാവീദ് പലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, കണ്ണുനീര് തുരുത്തിയിൽ സൂക്ഷിച്ച് വെക്കണം എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് ദൈവം വേഗം ഉത്തരം തരുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനൊരു വലിയ ഉദാഹരണമാണ് ബർത്തലമ്മായിയുടെ നിലവിളി. ബർത്തലമ്മായി കുരുടനായിരുന്നു. അവനെ മറ്റുള്ളവരൊക്കെ പറഞ്ഞ് നീ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ടും അവൻ കണ്ണുനീര് തൂകി നിലവിളിച്ച് കർത്താവേനെ അവന് കാഴ്ച കിട്ടാനായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 10:46-47 വാക്യത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. അപ്പോൾ ആ ബർത്തലമ്മായ യേശുവിനെ കണ്ടിട്ടില്ല, യേശുവിനെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. തന്നെയല്ല, ബഹളം കേട്ടിട്ട് അവനറിയാവുന്ന ആ ഒരു എക്സ്പീരിയൻസ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധി നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നമ്മളുടെ ആവശ്യങ്ങൾ വെക്കുമ്പോൾ കർത്താവേ ആ വിശ്വാസത്തെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രാർത്ഥന കപടമില്ലാത്ത അതരത്തിൽ നിന്ന് പുറപ്പെടണമെന്നാണ് പറയുന്നത്. മത്തായി സുവിശേഷം 5 നമ്മൾ വായിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന്. അപ്പോൾ ഹൃദയശുദ്ധിയില്ലാത്തവർ, അതൊക്കെ കപടം നിറഞ്ഞു അങ്ങനെയുള്ള ആർക്കും ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കത്തില്ല. യെശയ്യാ 6:1-5 നമ്മൾ വായിക്കുന്നുണ്ട്, അയ്യോ എന്നാണ് പ്രവാചകൻ നിലവിളിക്കുന്നത്. അയ്യോ, ആ ആദരത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതായത് ശുദ്ധിയില്ലാത്ത ആദരത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 6 അപ്പോൾ നമ്മളതിൽ കാണുന്നത് ഒരു ദൂതൻ വന്നിട്ട് കുടലിലെടുത്ത് തീ കഷ്ണം പ്രവാചകൻ്റെ ആദരത്തിൽ വയ്ക്കുന്നു. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ആ കുടലിൽ നിന്നും എടുത്ത് തൻ്റെ വായ്ക്കുള്ളിൽ വെച്ച് ആദരത്തിനുള്ളിൽ വെച്ച് ആ വസ്തുവിൽ കൂടി ശുദ്ധീകരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ 17-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ വായിച്ചത് എനിക്കുള്ള മറുപടി, അതായത് എൻ്റെ വിധി നിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ എന്നാണ്. അപ്പോൾ അതിൽ ദൈവത്തിൻ്റെ വിധി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മറുപടി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഏതാനും ചില ഉദാഹരണങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് പറയുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്ന ഏലിയാവ് വന്നിട്ട് ബാലിൻ്റെ പ്രവാചകന്മാരുമായിട്ടുള്ള ആ ഒരു ബലിയർപ്പണം, അതായത് അവർക്ക് ആദ്യം ചാൻസ് കൊടുക്കുന്നു. ആരാണ് സത്യദൈവമെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവരാദ്യം ബാലിന് ബലി കഴിച്ച് ഉച്ചവരെയും അവർ നിലവിളിച്ചും അവരുടെ ദൈവത്തിനെ പ്രസാദിപ്പിക്കാനായിട്ട് ഉത്തരവരുളാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും അവസാനം വരെയും ബാലിൽ നിന്ന് ഒരു ഉത്തരവും വന്നില്ല. അതേ സമയത്ത് ഏലിയാവ് ബലിയർപ്പിച്ചപ്പോൾ ഉടനെ ഇമ്മീഡിയറ്റ് ആൻസറാണ് കിട്ടിയത്. ഉടനെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി എല്ലാം ദഹിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജനമൊക്കെയും സത്യദൈവം എന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഉടനെയുള്ള മറുപടിയാണ് അവിടെ ലഭിച്ചത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്ന ആ ഒരു രീതി. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര കാര്യങ്ങൾ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടും കിട്ടാതെ അവസാനം ദൈവത്തിൻ്റെ സമയത്തിന് നടക്കും എന്നുള്ള വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന ആ ഒരു രീതി, ആ ഒരു ദൈവ മറുപടി. അതായത്
അത് നമ്മൾ നോക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1:13-14 സക്രിയ പ്രീസ്റ്റിനോട്, പുരോഹിതനോട് ദൂതൻ സംസാരിക്കുന്ന കാര്യം. ആ സക്രിയാവും എലിസബത്തും ഒരു കുഞ്ഞിന് വേണ്ടി എത്രയോ കാലം അവർ പ്രാർത്ഥിച്ചവരാണ്. എന്നാൽ ആ പുരോഹിതൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ദൂതൻ കൊടുക്കുന്നതാണ് 13-14 നമ്മൾ കാണുന്നത്. താമസിച്ചാലും ദൈവത്തിൻ്റെ മറുപടി യെസ് എന്നായിരിക്കും. അപ്പോൾ നിരാശപ്പെടാതിരിക്കുക, അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഭാഗം. അങ്ങനെ അവർക്കൊരു പൈതലിനെ നൽകുന്നത് നമുക്കറിയാമല്ലോ. എത്രയോ വിഷയങ്ങളിൽ നമ്മൾ സർവ്വസാധാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ കാലങ്ങളായി കാത്തിരിക്കുന്ന വിഷയങ്ങളുണ്ട്. എന്നാൽ താമസിച്ചാലും ദൈവം യെസ് എന്ന് മറുപടി തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം, നിരാശപ്പെടാതിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അബ്രഹാമിൻ്റെ നമുക്കറിയാം, 75-ാമത്തെ വയസ്സ് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 99 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഒരു മകനെ കിട്ടിയത്. അതുപോലെ തന്നെയാണ് ഇസഹാക്ക് ഏതാണ്ട് 20 വർഷം പ്രാർത്ഥിച്ചു. 40 വർഷത്തിൽ കല്യാണം കഴിഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത്. അങ്ങനെ അനേകം നമുക്ക് ഇവിടെ നമ്മൾ അനേക ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഹന്നായുടെ കാര്യം എടുത്താൽ ഹന്നായിക്ക് ഉടനെ മറുപടി ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പലർക്കും പല രീതിയിലാണ് അതിൽ ഈ പറയുന്നത്. നമ്മൾ താമസിച്ചാലും യെസ് എന്നുള്ള മറുപടി കിട്ടും. അങ്ങനെ നമ്മൾ നിരാശപ്പെടാതെ ദൈവസന്നിധിയിൽ ഇരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2 കൊരിന്ത്യർ 12:1 പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശരീര സൗഖ്യത്തിന് വേണ്ടിയിട്ട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ അത്രയും ദൈവത്തോട് ക്ലോസായിരുന്ന പൗലോസ് അപ്പോസ്തലനോട് ദൈവം പറഞ്ഞ എന്താണ്? എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്, അല്ലേ? അപ്പോൾ ഗോഡ്സ് ആൻസർ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ദീ എന്നത്. അപ്പം നോ എന്നുള്ള ഇൻഡയറക്റ്റ് ആൻസർ, അല്ലേ? അപ്പോൾ അപ്പോസ്തലന് സൗഖ്യം കൊടുത്തില്ല. എൻ്റെ കൃപ നിനക്ക് മതി. അതായത് സിക്നെസ്സോട് കൂടി തന്നെ അവസാനം വരെയും ജീവിക്കുവാനായിട്ടാണ് ദൈവം തീരുമാനിച്ചത്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഇത് നോക്കുകയാണെങ്കിൽ മുട്ടുവീൻ തുറക്കുന്നത് വരെ മുട്ടിക്കൊണ്ടിരിക്കണം എന്ന് പറയും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനായിട്ട്, അല്ലേ? ഇടപെടാതെ പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, മുട്ടുവീൻ തുറക്കപ്പെടും. 3-ാമതായിട്ട് നോക്കുന്നത് പ്രാർത്ഥിക്കുന്നവരെ പരിശോധിക്കുന്നവനാണ് ദൈവം. എങ്ങനെയാണ് ദൈവം പരിശോധിക്കുന്നത്? ഇവിടെ നമ്മളുടെ ദാവീദ് പറയുന്നത് എൻ്റെ നടപ്പ് ദൈവത്തിൻ്റെ കാൽ ചുവടുകളിലായിരിക്കണം. അതായത് 5-ാമത്തെ വാക്യാണത്, ഞാൻ വായിക്കാം. അതായത് എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ കാൽ ചുവട്ടിൽ, ദൈവത്തിൻ്റെ ചുവട്, ദൈവം പറഞ്ഞിരിക്കുന്ന ചുവട്ടിൽ തന്നെ നടന്നുകൊണ്ട് ജീവിച്ച മനുഷ്യനാണ് ദാവീദ്. അപ്പോൾ ധൈര്യത്തോടെ പറയുകയാണ് എൻ്റെ കാല് വഴുതിയിട്ടില്ല എന്ന്. ഇവിടെ നമ്മൾ എൻ്റെ നടപ്പ്, അതായത് നമ്മൾ ഓരോരുത്തരുടെയും നടപ്പ് ദൈവത്തിൻ്റെ കാൽച്ചുവടുകളിലായിരിക്കണം എന്നുള്ളതാണ്. നമ്മളെ ദൈവം പരിശോധിക്കും. ഭയാനകമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ പരിശോധിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ ശോധനകളൊക്കെ ദൈവം എന്നെ സ്നേഹിച്ചുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ നമ്മളെ പരിശോധിക്കുന്നതാണെന്നൊക്കെയും തീയിൽ ഊതിക്കഴിച്ച് നല്ല തിളങ്ങുന്ന സ്വർണം പോലെ വെളിയിലേക്ക് വരാനായിട്ടാണ് നമ്മളെ പരിശോധിക്കുന്നതെന്നൊക്കെയും പരീക്ഷിക്കുന്നതെന്നൊക്കെയും നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട്. അപ്പോൾ പ്രതിസന്ധികളുടെ സമയത്താണ് ദൈവം നമ്മളെ പരിശോധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. മറ്റൊരുത്തനിലും രക്ഷയില്ല, പ്രാർത്ഥന കേൾക്കുന്ന മറ്റൊരുത്തനും ഇല്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. നമുക്കറിയാം ജോബിൻ്റെ ജീവിതം, അതുപോലൊരു വ്യക്തിത്വം എന്തൊക്കെയായിട്ടും ദൈവത്തെ വിട്ടു പോകാതെ എൻ്റെ ദൈവത്തോട് കൂടെ തന്നെ ഇരിക്കണം എന്നുള്ള ആ ഒറ്റ തീരുമാനത്തിൽ എന്തൊക്കെ അവസ്ഥയായിട്ടും വിട്ടു പോകാതെ ദൈവത്തോട് ചേർന്ന് ഇരുന്ന ആ ജോബിനെ ദൈവം അനുഗ്രഹിച്ച് നമുക്കറിയാം എങ്ങനെയാണെന്ന് പിന്നീടുള്ള ജീവിതം.
നമ്മൾ അതുപോലെ തന്നെ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്ന്. അതായത് അങ്ങനെ നമ്മൾ വഴുതി പോകാതെ അവനെ മാത്രം നോക്കി ജീവിക്കണം എന്നുള്ളതാണ്. അത് മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, ഇടത്തോട്ടോ വലത്തോട്ടോ നിങ്ങൾ മാറരുത്, ദൈവത്തിലേക്ക് തന്നെ ആശ്രയിക്കണം എന്നുള്ളത്. ആ 17:15 നമ്മൾ വായിക്കുന്ന ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണുമെന്നാണ്. നമ്മൾ അവൻ്റെങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ലെന്നുള്ളതാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അപ്പോൾ നമ്മൾ അവങ്കിലേക്ക് നോക്കിയാൽ ഒരിക്കലും നമുക്ക് ഈ ലോകത്തിന് മുമ്പിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതം ഏറ്റവും നന്നായി ജീവിക്കുവാനും ദൈവ സാന്നിധ്യത്തിലും ദൈവ സ്നേഹത്തിലും ജീവിച്ച് നമ്മുടെ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ ചെയ്യട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് കൂടി ജീവിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെയും ദൈവം ഉത്തരം തരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ചുരുക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ബൈ.